ഹാലേൽ ഹാലേൽ വാഴ്ത്തി പാടിൻ. നേലിറയർ ബേഥലഹേമിൽ വാഴ്ത്തിയപ്പോ വാഴ്ത്തിപ്പാടിൻ. ദൈവാത്മജരേ വാഴ്ത്തിപ്പാടിൻ. ദൈവാത്മജരേ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഈ പരിശുദ്ധമായ എൽദോ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നാം സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം പരിശുദ്ധ ദൈവമാതാവിൻ്റെയാണ്. അമ്മയെപ്പറ്റി പഠിക്കുമ്പോൾ ദൈവാത്മാവുമായി യാത്ര ചെയ്തവളെന്ന് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. ഒരുപാട് വിശേഷണങ്ങൾ പരിശുദ്ധ അമ്മയെപ്പറ്റി ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ദൈവാത്മാവുമായി യാത്ര ചെയ്ത ഒരുവൾ എന്നുള്ള വിശേഷണം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വൃദ്ധയായ എലിസബത്തിന് കരുതലും കാവലുമായി കരുത്തേക്കിയവൾ. ഗർഭസ്ഥ ശിശുവായ യോഹന്നാൻ പോലും ഉദരത്തിൽ വെച്ച് തന്നെ അവളുടെ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ഒരുമിച്ച് യാത്ര ആരംഭിച്ച അന്നു മുതൽ അവളുടെ സാന്നിധ്യം ജോസഫിനും കരുത്തായി മാറുന്നത് നാം കാണുന്നുണ്ട്. ജോസഫിനെ ധൈര്യപ്പെടുത്താൻ ഒരിക്കൽ അവനരികെ മാലാഖയെ അയക്കേണ്ടി വന്ന ദൈവത്തിന് പിന്നീട് ഒരിക്കലും അത് വേണ്ടി വന്നില്ല. കാരണം അമ്മ മറിയം ജോസഫിൻ്റെ കൂടെയുള്ള അത്രയും നാൾ ഒരു തികഞ്ഞ അത്ഭുതമാണ് പരിശുദ്ധ അമ്മ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഉള്ളിൽ അഗ്നി എരിയുമ്പോഴും സാന്നിധ്യം കൊണ്ട് പനിമഞ്ഞ് പെയ്ച്ചവളാണ് പരിശുദ്ധ അമ്മ. വീണ്ടും നാം കാണുന്നത് കുരിശിലെ ആ വാക്കുകളിൽ ഒന്നാണ്. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിലും ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന തൻ്റെ അമ്മയെ പ്രിയ ശിഷ്യനെ ഏൽപ്പിക്കുന്ന വാക്കുകളാണ് കാണുന്നത്. ഒരുപാട് ഇരുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ ചിന്തകൾക്ക് കുറെ കൂടി തെളിമയുണ്ട്. ബലഹീനരും വീണുപോകുവാൻ സാധ്യതയുമുള്ളവരുമാണ് തൻ്റെ ശിഷ്യന്മാരെന്ന തികഞ്ഞ ബോധ്യമുള്ള ഗുരു അവരെ തൻ്റെ അമ്മയുടെ ശക്തമായ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. കാരണം അവളായിരുന്നു ആത്മീയതയിലും നന്മയിലും അവരെക്കാൾ ശക്ത. ആദ്യത്തെ ആ വാചകം അവൻ പറഞ്ഞതും അമ്മയെ നോക്കിയാണ്. സ്നേഹമുള്ളവരെ, നസ്രായൻ്റെ കനൽ വഴിയിലൂടെയുള്ള യാത്രയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വഴിയിൽ വീണു പോകാതെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധ അമ്മ മറിയത്തിന് സാധിക്കും. ആ കൈകളാണ് നിനക്ക് ആവശ്യം. മിഴിവെളിച്ചമായി ഒന്നുകൂടി ചേർക്കട്ടെ. ഒരുവൻ്റെ ശക്തി ഒരിക്കലും അവൻ്റെ കായിക ബലമല്ല, മറിച്ച് ആത്മീയ ബലമാണ്. പരിശുദ്ധ അമ്മയുടെ ആ ആത്മീയ ബലം ഈ പരിശുദ്ധമായ എൽദോ നോമ്പിൽ നമുക്കേവർക്കും സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഏവർക്കും എൽദോ നോമ്പിൻ്റെ ജനന പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.